മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹാസപ്പ് ആണ്. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അതാണ് ഹാസപ്പ്. ഇപ്പം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കും ഹാസപ്പ് എന്ന്. സോ ഹാസപ്പിൻ്റെ ഫുൾ ഫോം എപ്പോഴും ഓർത്തിരിക്കുക. HACCP അഥവാ ഹാസപ്പ് മീൻസ് HACCP അഥവാ ഹാസപ്പ് മീൻസ് ഹസാർഡ് അനാലിസിസ്. HA മീൻസ് ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഇതാണ് ഹാസപ്പിൻ്റെ ഫുൾ ഫോം എന്ന്. സോ എന്താണ് ഹാസപ്പ്? ഹാസപ്പ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും അല്ലേ? സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനുണ്ടല്ലോ മെയിനായിട്ടും ഹാസപ്പിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഹാസപ്പിന് ഒരു 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിനുണ്ടല്ലോ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഹാസപ്പ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ തരാം, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നോട്ട്സ് നോക്കാം. അപ്പം ഒരു ഫുഡ് ഇൻഡസ്ട്രി മേഖലയിൽ വർക്ക് ചെയ്യുന്നത്, ഇപ്പം മൈക്രോബയോളജിസ്റ്റ് കൂടുതലും ഫുഡ് ഇൻഡസ്ട്രി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലേ. അപ്പം അവിടെ നമ്മുടെ മെയിനായിട്ടുള്ള എയിം എന്താണ്? ഫുഡിലെ കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ ഫുഡിലെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറച്ചുകൊണ്ട് ഫുഡിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നാണ് ആസ് എ ഫുഡ് മൈക്രോബയോളജിസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. സോ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നമ്മൾ നോക്കുമ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട്, അപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മൾ ചീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, അപ്പോൾ ആ ചീസിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്താ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ചീസ് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അന്നേരം അതിൽ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടാൽ നമുക്ക് ആ എൻറ്റയർ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വേസ്റ്റേജിന് കാരണമാകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് പോലത്തേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് സ്റ്റേജ് ചെയ്യുന്ന ടെസ്റ്റസ് ആണ്. അപ്പോൾ ആ ഒരു എൻഡ് സ്റ്റേജിൽ അവിടെ എന്തെങ്കിലും ഒരു ഹസാർഡ് കണ്ടുപിടിച്ചാൽ, ഹസാർഡ് മീൻസ് എന്തെങ്കിലും കണ്ടാമിനൻസ് ഒരു പൊല്യൂട്ടൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് എൻറ്റയർലി അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ അങ്ങനത്തെ സ്റ്റെപ്സൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫുഡിനെ അറ്റ് ദ സ്റ്റാർട്ടിങ് തൊട്ട് അതിൻ്റെ സേഫ്റ്റി റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ കുറച്ചുകൊണ്ട് സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ മെത്തേഡാണ് ഹാസപ്പ് എന്ന് പറയുന്നത്. അതായത് ഫുഡിൻ്റെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡിലെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറച്ചുകൊണ്ട് അതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹാസപ്പ് എന്ന്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഹാസപ്പ് എന്താണെന്ന്? ജസ്റ്റ് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഈ ഫുഡിലെന്ന് പറയുമ്പോൾ കുറേ റിസ്ക് ഫാക്ടേഴ്സ് വന്ന് ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ കണ്ടാമിനേറ്റിംഗ് ഫാക്ടേഴ്സിനെ എല്ലാം അഥവാ റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ കുറച്ചുകൊണ്ട് ഫുഡിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ ഹാസപ്പ് എന്ന് പറയുന്നു. സോ നമുക്ക് ഹാസപ്പിനെ കുറിച്ച് നോക്കാം. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അപ്പോൾ ഹാസപ്പിനെ നമുക്ക് രണ്ടായിട്ട്, അതായത് ഹാസപ്പ് HACCP ഇതാണല്ലോ ഹാസപ്പ് എന്ന് വരുന്നത്. ഇതിനെ നമുക്ക് 2 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിട്ട് മാറുന്നുണ്ട്? ഹസാർഡ് അനാലിസിസ് ആയിട്ട് മാറുന്നുണ്ട്. ഹസാർഡ് അനാലിസിസ്. ആൻഡ് സെക്കൻഡ് പാർട്ട് വരുന്ന ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ CCP, അതായത് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. സോ ഇങ്ങനെ 2 ടേംസ് ആയിട്ട് നമുക്ക് ഹാസപ്പിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫുഡിൻ്റെ കേസസിൽ ഫുഡിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെഷറാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്, ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഹാസപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി മേഖലയിലേക്ക് ജോലിക്ക് ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സർട്ടിഫിക്കേഷൻ കൂടിയാണ് ഹാസപ്പ് സർട്ടിഫിക്കേഷൻ. ലെവൽ 3, ലെവൽ 4 അങ്ങനെ ഹാസപ്പ് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. റീസെൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്നത് ലെവൽ 4 സർട്ടിഫിക്കേഷനാണ് പ്രിഫർ ആയിട്ട് പറയുന്നത്. സോ ഹസാർഡ് അനാലിസിസ്, ഒരു ഫുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അതിലെ ഹസാർഡ് അനാലിസിസ് ആണ്. കെമിക്കൽ, ഫിസിക്കൽ, ബയോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും ഹസാർഡ്സ് ആ ഫുഡിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കുന്നത്. ദാറ്റ് ഈസ് ഹസാർഡ് അനാലിസിസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു മിൽക്കിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ മിൽക്കിൽ ഇപ്പം മാസ്റ്റൈറ്റിസ് വന്നിട്ടുള്ള ഒരു കൗവിൽ നിന്നാണ് നമ്മൾ മിൽക്ക് ഇപ്പം ഡ്രോൺ ഔട്ട് ചെയ്തതെന്ന് വെച്ചോ. മാസ്റ്റൈറ്റിസ് അറിയാമല്ലോ, അതിൻ്റെ അഡറിൽ ഇൻഫ്ലമേഷൻസ് വന്നിട്ടുള്ള. അപ്പം അങ്ങനെ അഡർ ഇൻഫ്ലംഡ് ആയിട്ടുള്ള ഒരു കൗവിൽ നിന്ന് എടുക്കുന്ന മിൽക്കിൽ ആ ഒരു ബാക്ടീരിയ, മാസ്റ്റൈറ്റിസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയ പ്രസൻ്റ് ആണ്. സോ ആ ബാക്ടീരിയ മിൽക്കിലുണ്ട്. അങ്ങനെ ബാക്ടീരിയ മിൽക്കിലുള്ളത് മൂലം അവിടെ എന്താ ഒരു ബയോളജിക്കൽ കണ്ടാമിനേഷൻ ആ മിൽക്കിലുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മിൽക്കിൻ്റെ കേസസിൽ ആ ഒരു കണ്ടാമിനൻറ്റ് അഥവാ സ്പോയിലേജ് ഏജൻറ്റിനെ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ ഹസാർഡ് അനാലിസിസ് എന്ന് പറഞ്ഞത്.
സോ ഇങ്ങനെ ഹസാർഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇപ്പം മിൽക്കിൽ ബാക്ടീരിയയുടെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മിൽക്കിനെ പാസ്ചറൈസ് ചെയ്യും അല്ലേ? ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ഉണ്ട്, ലോ ടെമ്പറേച്ചർ ഹോൾഡിംഗ് മെത്തേഡ്, അങ്ങനെ പാസ്ചറൈസേഷൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു 71-72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 30 സെക്കൻഡ്സ് ഒക്കെ ആണെങ്കിൽ ആ പറയുന്ന ടെമ്പറേച്ചർ ആണ് നമ്മളവിടെ ക്രിട്ടിക്കൽ കൺട്രോൾ, ടെമ്പറേച്ചർ ടൈം പീരീഡ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫുഡിൽ സ്പോയിലേജ് നടന്നിട്ട് ആ ഫുഡിലെ സേഫ്റ്റി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ആ ഒരു റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ എടുക്കുന്ന സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഇപ്പം മിൽക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മിൽക്കിൽ ബാക്ടീരിയ വന്ന് മിൽക്കിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ മിൽക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കത്തില്ല. സോ ആ മിൽക്കിനെ കുറച്ച് പ്യുവർ ആക്കാൻ, അല്ല കുറച്ചെന്നല്ല, അതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പാസ്ചറൈസേഷൻ ചെയ്യും. സോ ആ പാസ്ചറൈസേഷൻ സ്റ്റെപ്പ് ഇവിടുത്തെ എന്താണ്? ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇപ്പോൾ ഹാസപ്പിൻ്റെ ജസ്റ്റ് ഒരു റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഹാസപ്പ് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും, ബട്ട് ശ്രദ്ധിച്ചാൽ മതി. സോ നെക്സ്റ്റ് നമ്മൾ ഹാസപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഹാസപ്പിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. HACCP is an internationally recognized method of identifying and managing ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് റിസ്ക്. അപ്പോൾ ഫുഡ് സേഫ്റ്റി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ മെത്തേഡ്, ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡിനെയാണ് നമ്മൾ ഹാസപ്പ് എന്ന് പറയുന്നത്. അതായത് ഫുഡ് റിലേറ്റഡ്, അതായത് ഫുഡിൻ്റെ സേഫ്റ്റി അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഫുഡിൽ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ HACCP എന്ന് പറയുന്നത്, അഥവാ HACCP. So HACCP is a management system in which food safety is addressed through the analysis and control of biological, chemical and physical hazard from raw material production and handling to manufacturing, distribution, consumption of the final finished food. So HACCP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ വിച്ച് ഫുഡ് സേഫ്റ്റി ഈസ് അഡ്രസ്ഡ് ത്രൂ അനാലിസിസ് ആൻഡ് കൺട്രോൾ ഓഫ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഹസാർഡ്സ്. സോ ഒരു ഫുഡ് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ, അതായത് റോ മെറ്റീരിയൽ കളക്ഷൻസ് മുതൽ ഫൈനൽ കൺസ്യൂമറിൻ്റെ എത്തുന്ന ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് വരെ, അപ്പോൾ ഫ്രം റോ മെറ്റീരിയൽസ് ടു ഫൈനൽ പ്രൊഡക്ട്സ് കൺസ്യൂമറിൽ എത്തുന്നത് വരെ, അതായത് ട്രാൻസ്പോർട്ടേഷനും എല്ലാം കഴിഞ്ഞ് ഫൈനൽ കൺസ്യൂമറിൽ എത്തുന്ന ആ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ബയോളജിക്കൽ, ഫിസിക്കൽ കെമിക്കൽ ഹസാർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് HACCP എന്ന് പറയുന്നത്. സോ ഇത് ഫുഡിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ ഫീൽഡിലും, അതായത് നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയൽ കളക്ഷൻ തൊട്ട് അതിൻ്റെ ഓരോ പ്രോസസ്സിങ് സ്റ്റെപ്പിലും നമ്മൾ അവിടെ എന്തെങ്കിലും ഹസാർഡ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഹസാർഡ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ ഹീറ്റിങ്ങോ കൂളിങ്ങോ റെഫ്രിജറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഹസാർഡിനെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അപ്ലൈ ചെയ്ത് ആ ഹസാർഡിനെ എന്ത് ചെയ്തിരിക്കണം? മിനിമൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ടോട്ടലി നമ്മൾ ആ ഒരു ഹസാർഡിനെ റിമൂവ് ചെയ്തിരിക്കണം. സോ അങ്ങനെ ഹസാർഡിനെ മാനേജ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് മാനേജ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മെത്തേഡാണ് HACCP എന്ന് പറയുന്നത്. സോ ഈ HACCP മെത്തേഡിൽ നമ്മൾ എന്താണ് ആ ഇവിടെയുള്ള ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ ഹസാർഡ്സിനെ അനലൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇനി എന്താണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്? A step at which control can be applied and essential to prevent or eliminate a food safety hazard or reduce it to an acceptable level. So ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്താണെന്നാണ് അടുത്തായിട്ടത്. അപ്പോൾ ഹസാർഡ് അനാലിസിസ് നമ്മൾ പറഞ്ഞു, ഒരു ഫുഡിലുള്ള ഹസാർഡിനെ അനലൈസ് ചെയ്യുക എന്നാണ് ഹസാർഡ് അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനി ഈ ഹസാർഡ്സ് ആ ഫുഡിലുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ നമ്മൾ നോക്കണം. അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഹസാർഡിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അപ്ലൈ ചെയ്യണം. സോ ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഈസ് എ സ്റ്റെപ്പ് അറ്റ് വിച്ച് കൺട്രോൾ ക്യാൻ ബി അപ്ലൈഡ്. സോ ഈ ഒരു ഹസാർഡിൻ്റെ പ്രസൻസ് മൂലം അവിടെ ഒരു റിസ്ക് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കൺട്രോൾ സ്റ്റെപ്പാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നാ. സോ ഈ കൺട്രോൾ സ്റ്റെപ്പ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ആ കൺട്രോൾ സ്റ്റെപ്പിൻ്റെ റിസൾട്ടായിട്ട് അവിടുത്തെ ഹസാർഡ് കംപ്ലീറ്റ്ലി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ ടു ആക്സെപ്റ്റബിൾ ലെവൽ നമുക്ക് അതിൻ്റെ ആ ഒരു റിസ്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കണം.
സോ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹാസപ്പ് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി വേൾഡ് വാർ II. ഏർലി 50-60s ഈ ഹാസപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജോയിൻലി ഡെവലപ്ഡ് ബൈ പിൽസ്ബറി കമ്പനി. ഓർത്തിരിക്കണം, ഇത് ഏത് കമ്പനിയാണ് ഹാസപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. പിൽസ്ബറി കമ്പനി നാസയോട് ചേർന്നിട്ടാണ് ഈ ഒരു ഹാസപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ജോയിൻലി ഡെവലപ്ഡ് ബൈ പിൽസ്ബറി കമ്പനി ആൻഡ് നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് നാസ, to prevent astronauts from getting food poisons. അതായത് ആസ്ട്രോനോട്ട്സിന് ഫുഡ് പോയിസണിങ് വരാണ്ട് അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ആസ്ട്രോനോട്ട്സിനൊക്കെ ഫുഡ് പോയിസണിങ്, അതായത് ഈ ടോക്സിൻസോ അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ലൈക്ക് ബാക്ടീരിയ ടോക്സിൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്ത് ഒബ്വിയസ്ലി ഫുഡ് പോയിസണിങ് ഡെവലപ്പ് ചെയ്യും. സോ അങ്ങനെ ഫുഡ് പോയിസണിങ് വരാതെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഫുഡ് ആസ്ട്രോനോട്ട്സിന് സപ്ലൈ ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റോടുകൂടിയാണ് നാസയും പിൽസ്ബറി കമ്പനിയും ചേർന്നിട്ട് ഹാസപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഹാസപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആരാണ്? പിൽസ്ബറി കമ്പനി ഇൻ അസോസിയേറ്റഡ് വിത്ത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്? നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഇപ്പോൾ ഇത് തന്നിട്ടുണ്ട്, നാസയും അതുപോലെ പിൽസ്ബറിയും തന്നിട്ടുണ്ടെങ്കിൽ പിൽസ്ബറി വേണം ചൂസ് ചെയ്യാനായിട്ട്. Their goal was to produce 100% safe food. അപ്പം ഇതിൻ്റെ ഹാസപ്പിൻ്റെ ഗോൾ എന്താണ്? ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുക, അതായത് 100% സേഫ് ആയിട്ടുള്ള ഫുഡിനെ സപ്ലൈ ചെയ്യുക എന്നാണ് ഈ ഹാസപ്പിൻ്റെ മെയിൻ എയിം വരുന്നത്. സോ ഹാസപ്പ് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടേംസ് ഉണ്ട്, ആ ടേംസ് നമുക്കൊന്ന് ഫെമിലറൈസ് ആവാം. ഫസ്റ്റ് വരുന്നത് ഹാസപ്പ്, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആണ് ഹാസപ്പിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഹാസപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമിക് അപ്രോച്ച് ടു ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഹസാർഡ്. സോ ഡെഫിനിഷൻ ഓഫ് ഹാസപ്പ് ചോദിച്ചാൽ ഇറ്റ്സ് എ ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ്. ഫുഡ് സേഫ്റ്റിയെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായി നിൽക്കുന്ന അപകടകരമായ ഘടകങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും തിരിച്ചറിഞ്ഞ് അതിനെ എന്ത് ചെയ്യുന്ന ഇവാലുവേറ്റ് ചെയ്ത് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ വിശകലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാസപ്പ് എന്ന് പറയുന്നത്. സോ ഹാസപ്പ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ ഓർത്തിരിക്കുക. ഹാസപ്പ് സിംപ്ലി മീൻസ് ഇറ്റ്സ് എ ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ്. ഫുഡ് സേഫ്റ്റി ഹസാർഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിനെയാണ് നമ്മൾ ഹാസപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹാസപ്പ് പ്ലാൻ എന്നാണ് അടുത്തായിട്ട് നോക്കുന്നത്. HACCP പ്ലാൻ, the written document which is based upon the principle of HACCP which delineate the procedure to be followed. അപ്പം the written document which is based on the principle of HACCP, HACCP പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഹാസപ്പ് എന്തായിരുന്നു? ഒരു ഫുഡ് സേഫ്റ്റിയെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹസാർഡിൻ്റെ അനാലിസിസ്, ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിനെയാണ് നമ്മൾ ഹാസപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഈ ഹാസപ്പ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, 7 പ്രിൻസിപ്പിൾസ് ഹാസപ്പിനുണ്ട്. ഈ 7 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള റിട്ടൺ ഡോക്യുമെൻ്റ് ഉണ്ട്. ആ റിട്ടൺ ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഹാസപ്പ് പ്ലാൻ എന്നതുകൊണ്ട് പറയുന്നത്. ഇനി ഹാസപ്പ് സിസ്റ്റം ഉണ്ട്. ഹാസപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഹാസപ്പ് പ്ലാൻ ഉണ്ടല്ലോ, HACCP പ്ലാൻ, HACCP പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. ഹാസപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹാസപ്പ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് റിസൾട്ടിനെയാണ് ഹാസപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഹാസപ്പ് പറഞ്ഞു. ഹാസപ്പ് എന്ന് പറയുന്നത് ഒരു ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് റിസ്ക് അല്ലെങ്കിൽ ഒരു ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഹാസപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹാസപ്പ് പ്ലാൻ ഉണ്ട്. ഹാസപ്പ് പ്ലാൻ എന്ന് പറയുമ്പം ഈ ഹാസപ്പ് ഉണ്ടല്ലോ, ഹാസപ്പിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ റിട്ടൺ ഡോക്യുമെൻറ്റ്സിനെ നമ്മൾ ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നു. ഹാസപ്പ് പ്ലാൻ. ദെൻ ഈ ഹാസപ്പ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമല്ലോ, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹാസപ്പ് സിസ്റ്റം എന്ന് പറയുന്നു. ഇത്രയൊക്കെ അല്ലേ ഈ 3 ടേംസ്? ഹാസപ്പ് സിസ്റ്റം. The result of implementation of the HACCP plan is the HACCP system. The next വരുന്നത് HACCP team. The group of people who are responsible for developing, implementing and maintaining the HACCP system. അപ്പോൾ ഈ ഒരു HACCP സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ഗ്രൂപ്പ് ഓഫ്
പീപ്പിൾസ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ ഹാസപ്പ് ടീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫുഡിൻ്റെ കേസസിൽ ആ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ആ റോ മെറ്റീരിയൽസ് കളക്ഷൻ മുതൽ ഫൈനൽ പ്രൊഡക്ട്സ് വരെ ആക്കുന്നവരെ അവിടെ ഓരോ എക്സ്പെർട്ടൈസും ഓരോ സ്റ്റെപ്പിലും ഇൻവോൾവ് ആണ്. സോ അവരെയാണ് നമ്മൾ ഹാസപ്പ് ടീം എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്രോബയോളജിസ്റ്റ് കാണും, അതുപോലെ എൻജിനീയേഴ്സ് കാണും, ദെൻ ക്വാളിറ്റി കൺട്രോൾസ് കാണും. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസും ആ ഒരു ഹാസപ്പിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ഇൻവോൾവ് ആണ്. സോ അവരെയാണ് നമ്മൾ ഹാസപ്പ് പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും മെയിൻറ്റെയിനിങ്ങിലും ഡെവലപ്പിങ്ങിലും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓരോ പേഴ്സൺസ് ഉണ്ട്. ആ എല്ലാ പേഴ്സൺസിനെയും കൂടെ ചേർത്തിട്ട് അവരുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹാസപ്പ് ടീം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഹസാർഡ്. ഹസാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ സ്പോയിലേജ് കോസ് ചെയ്യുന്ന ഏജൻറ്റിനെയാണ് നമ്മൾ മെയിൻലി ഹസാർഡ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഏജൻറ്റ് ഫുഡിലുണ്ടെങ്കിൽ ആ ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി ആ ഒരു ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ഒരു ഇൽനസ് അല്ലെങ്കിൽ ഇഞ്ചുറി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഹസാർഡ്. അപ്പോൾ ഹസാർഡ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ബയോളജിക്കൽ ഹസാർഡ് ഉണ്ട്, കെമിക്കൽ ഹസാർഡ്സ് ഉണ്ട്, ഫിസിക്കൽ ഹസാർഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ഉണ്ട്. സോ ഹസാർഡ് എന്ന് പറയുമ്പോൾ എ ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ agent that is reasonably likely to cause illness or injury in the absence of its control. So control ചെയ്യാത്ത പക്ഷം ഈ ഹസാർഡ് ലൈക്ക് ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ നിയന്ത്രിക്കാത്ത പക്ഷം നമുക്കൊരു ഇൽനെസ്, ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹസാർഡ് അനാലിസിസ് ആണ്. എന്താണ് ഹസാർഡ് അനാലിസിസ്? The process of collecting and evaluating information on hazard associated with food under consideration. The process of collecting and evaluating information on hazard associated with food under consideration. അപ്പോൾ ഈ ഹസാർഡുമായിട്ട്, അപ്പോൾ ഫുഡിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹസാർഡിനെ കുറിച്ചുള്ള കളക്ഷൻ, ആ ഹസാർഡ്സിനെ കുറിച്ചുള്ള കളക്ഷനും അതിൻ്റെ ഇവാലുവേഷനൊക്കെയാണ് നമ്മൾ മെയിൻലി ഹസാർഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ഓൺ ഹസാർഡ് അസോസിയേറ്റ് വിത്ത് ഫുഡ് അണ്ടർ കൺസിഡറേഷൻ. ഏത് ഫുഡാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഫുഡിലുള്ള ഹസാർഡ്സിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ കളക്ഷൻസിനെയൊക്കെയാണ് ഹസാർഡ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണോ? അപ്പോൾ എന്താണ് ഹസാർഡ് അനാലിസിസ് എന്ന് നമ്മൾ പറഞ്ഞു. ഹസാർഡ് അനാലിസിസ് എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം ഒന്നും കൂടി. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, ഹാസപ്പ്. ഹാസപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമിക് അപ്രോച്ച് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ്. ഫുഡ് സേഫ്റ്റി ഹസാർഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. എക്സാമ്പിൾ ഇപ്പോൾ മിൽക്കിൻ്റെ കേസ് തന്നെ എടുക്കുക. മിൽക്കിൽ ഇപ്പോൾ ഒരു ബാക്ടീരിയ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അവിടെ ഒരു ഹാസപ്പ് പ്ലാൻ അല്ലെങ്കിൽ അതിനൊരു കൺട്രോൾ മെഷർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മിൽക്കിൽ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ്, ആ ബാക്ടീരിയ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ബാക്ടീരിയയുടെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആൻഡ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് യൂസ്ഫുൾ ബാക്ടീരിയ ആണോ, അത് ടോക്സിക് എഫക്റ്റ് കോസ് ചെയ്യുന്നവയാണോ എന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ആൻഡ് അതിനെ കൺട്രോൾ ചെയ്യാനൊരു മെഷേഴ്സ് കൂടി അവിടെയോട്ട് അപ്ലൈ ചെയ്യുന്നു, ലൈക്ക് പാസ്ചറൈസേഷൻ. സോ ആ എൻറ്റയർ ആ ഒരു പ്രോസസ്സ് അപ്പോൾ ഹാസപ്പ് ആയിട്ട് മാറുകയാണ്. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഇനി അടുത്ത വരുന്നത് ഹാസപ്പ് പ്ലാൻ ആണ്. ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഹാസപ്പ് പ്രിൻസിപ്പിൾസിൻ്റെ റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ ഹാസപ്പ് സിസ്റ്റം ഉണ്ട്. ഹാസപ്പ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടിനെ ഹാസപ്പ് സിസ്റ്റം എന്ന് പറയുന്നു. ദെൻ ഹാസപ്പ് ടീം ഉണ്ട്. ഹാസപ്പ് ടീം എന്ന് പറയുന്നത് ഈ ഹാസപ്പ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ പേഴ്സൺസും ചേർന്നിട്ടാണ് ഈ ഹാസപ്പ് ടീം ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹസാർഡ്. ഹസാർഡ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ, ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഏജൻ്റ് ആയിരിക്കാം. അതിനെ കൺട്രോൾ ചെയ്യാത്ത പക്ഷം ഇൽനസ് അല്ലെങ്കിൽ ഇഞ്ചുറി കോസ് ചെയ്യുന്നവയായിരിക്കാം. ദെൻ ഹസാർഡ് അനാലിസിസ്. അപ്പം ഏത് ഫുഡാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഫുഡിലുള്ള ഹസാർഡിനെ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് ഫർദർ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹസാർഡ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ ടേംസ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഹാസപ്പിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഹാസപ്പിന് മെയിൻലി 7 പ്രിൻസിപ്പിൾസ് ആണ്. ആ പ്രിൻസിപ്പിൾസ് നോക്കിയതിന് ശേഷം ലേറ്റർ സെക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ പ്രിൻസിപ്പിൾസ് നോക്കാം. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് കണ്ടക്ട് എ ഹസാർഡ് അനാലിസിസ്. ആ ഫുഡിൽ എന്തെങ്കിലും ഹസാർഡ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ്. ദെൻ സെക്കൻഡ് വരുന്നത്
സെക്കൻഡ് പ്രിൻസിപ്പിൾ ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അഥവാ CCP. അപ്പോൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഡിറ്റർമിനേഷൻ സെക്കൻഡ്, ദെൻ ക്രിട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തേർഡ് ആയിട്ട് വരുന്നു. ആൻഡ് ഫോർത്ത് പ്രിൻസിപ്പിൾ മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് കറക്റ്റീവ് പ്ലാൻ. Sixth principle establish verification procedures, and the seventh principle establish record keeping and documentation procedures. Record keeping and documentation procedure ne establish cheyanana seventh principle varana. Ee oru 7 principles okke aanallo principles kaanade oorthirikkuka, kaaranam principles namukku options annittu chodikkam. Appo nammade syllabus il thanniരിക്കുന്നതാണ് definition and principle aanu. So ee oru principle ne koodal importance koduthu nokka. First principle varunathu conduct hazard analysis, then second varunathu determination of critical control point, then third varunathu establish critical limit, then fourth varunathu monitoring procedure establishment, and the fifth one varunathu corrective actions establish cheyyuka, then sixth step il nammal verification procedures okke establish cheyunu, and finally seventh step record keeping documentation procedures. So, ഇതാണ് സ്റ്റെപ്സ് ഓഫ് ഹാസപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടലി 12 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു 5 പ്രിലിമിനറി സ്റ്റെപ്പും 7 പ്രിൻസിപ്പിൾസും കൂടെ ചേർന്നിട്ട് ടോട്ടൽ നമ്മൾ 12 സ്റ്റെപ്പിലായിട്ടാണ് ഹാസപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാനിന് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാസപ്പ് ടീമാണ്. ഹാസപ്പ് ടീം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഈ ഹാസപ്പ് പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും മെയിൻറ്റെയിനിങ്ങിലും ഡെവലപ്മെൻറ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഹാസപ്പ് ടീം ഫോം ചെയ്യുന്നത്. Then second one, describe the product. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽ നോക്കുന്നുണ്ട്. തേർഡ് വരുന്നത് ഐഡൻറ്റിഫൈ ഇൻറ്റൻറ്റഡ് യൂസ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ ഫോർത്ത് പ്രോസസ് ഫ്ലോ ചാർട്ട് മേക്കിംഗ്, ആൻഡ് ആ ഫ്ലോ ചാർട്ടിൻ്റെ വെരിഫിക്കേഷൻ ആണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഈ 5 സ്റ്റെപ്പ് ആണ് ഫസ്റ്റ് നമ്മളൊരു ഹാസപ്പിൽ ചെയ്യുന്നത്. അതിന് ശേഷമാണ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഹസാർഡ് അനാലിസിസ്, ദെൻ സെക്കൻഡ് വൺ ക്രിട്ടിക്കൽ കൺട്രോൾ ലിമിറ്റ് ഡിറ്റർമിനേഷൻ, ദെൻ establishment of critical limit, establish the monitoring procedures, establish corrective plan, establish procedure for verification and review of HACCP plan, and record keeping and documentations. അങ്ങനെ ഒരു 5 പ്രിലിമിനറി സ്റ്റെപ്പും 7 പ്രിൻസിപ്പിളും കൂടി ചേർത്തിട്ട് 12 സ്റ്റെപ്സ് ആണ് നമ്മൾ ഹാസപ്പിന് പറയുന്നത്. സോ നമുക്ക് ഓരോ സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. സോ ഇതാണ് പ്രിലിമിനറി സ്റ്റെപ്സ് മാത്രമായിട്ട് തന്നിരിക്കുക. 5 സ്റ്റെപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ആദ്യം ഹാസപ്പ് ടീമിനെ നമ്മൾ അസംബിൾ ചെയ്യും. അസംബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവരെന്താ ആ ഒരു ഫുഡിൻ്റെ പ്രോസസ്സ്, ആ ഒരു ഫുഡിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കും, ആൻഡ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫുഡിൻ്റെ ഇൻറ്റൻറ്റഡ് യൂസും ഏത് ടൈപ്പ് കൺസ്യൂമേഴ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ. ദെൻ ഫൈനലി ആ ഒരു ഫുഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു എന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, ദെൻ ആ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ വെരിഫിക്കേഷൻ. ഇത്രയാണ് പ്രിലിമിനറി സ്റ്റെപ്പ് ഓഫ് ഹാസപ്പ് പ്ലാൻ വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം അസംബിൾ ദി ഹാസപ്പ് ടീം. എന്താണ് ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ്? ഹാസപ്പ് ടീമിനെ അസംബിൾ ചെയ്യുക എന്നതാണ് വരുന്നത്. സോ ഹാസപ്പ് ടീം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, ഹാസപ്പ് എന്ന് പറയുന്ന ഹാസപ്പ് പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ മെയിൻറ്റെയിനിങ്ങിന് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന പേഴ്സൺസിനെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഗ്രൂപ്പിനെ ഹാസപ്പ് ടീം എന്ന് പറയുന്നുണ്ട്. സോ ഇതിൽ ഹൈലി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ നോളജ് ഉള്ള പേഴ്സൺസ് ആയിരിക്കും ഇവിടെ ഓരോന്നിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റെപ്പ് വരുന്നത് അസംബിൾ ദി ഹാസപ്പ് ടീം. The first task in developing HACCP plan is to assemble the HACCP team consisting of individuals who has specific knowledge and expertise appropriate to the product and process. So ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രോസസ്സിനെ കുറിച്ചും നോളജും അതുപോലെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും HACCP ടീമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റെപ്പ് ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ സ്റ്റെപ്പിൽ നോളജ് ഉള്ള ഒരാൾ, മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ ഒരു മൈക്രോബയോളജിസ്റ്റ്, ക്വാളിറ്റി റിലേറ്റഡ് ആണെങ്കിൽ ഒരു ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെ ഓരോ സ്റ്റെപ്പിലും അവിടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആരാണോ ആ പേഴ്സൺസ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള. അവരെ എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഈ ഹാസപ്പ് ടീം ഫോർമേഷൻ എന്ന് പറയുന്നത്. It is the team's responsibility to develop HACCP plan, and ഈ ഒരു ടീമാണ് ഈ ഹാസപ്പ് ടീം ചേർന്നിട്ടാണ് ഹാസപ്പ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്. The team should be multidisciplinary and include individuals from areas such as engineering, production, sanitization, quality assurance,
ഫുഡ് മൈക്രോബയോളജി. അപ്പം ഈ ഹാസപ്പ് ടീം എന്ന് പറയുന്നത് ഒരു കുറേ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ പല ഫീൽഡ്, അതായത് ഒരു ഫുഡ് റോ മെറ്റീരിയൽസ് ടു ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്നവരെ കുറേ സ്റ്റെപ്പ് ഉണ്ട്. സോ ഓരോ സ്റ്റെപ്പിലും ഓരോ എക്സ്പെർട്ടൈസ് ആയിരിക്കും. പ്രൊഡക്ഷനിലെ എക്സ്പെർട്ടൈസ് ആയിരിക്കും എന്നില്ല, മൈക്രോബയോളജിക്കൽ ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ എക്സ്പെർട്ടൈസ്. അപ്പോൾ ഓരോ ഫീൽഡിലും അതിൻ്റേതായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹാസപ്പ് ടീം എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടാണ് പറഞ്ഞത്. കുറേ ഏരിയാസിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് അവിടെയുണ്ട്. ലൈക്ക് എഞ്ചിനീയറിംഗ് സെക്ഷൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ സെക്ഷനിൽ നിന്നുള്ള സാനിറ്റൈസേഷൻ സെക്ഷൻസ്, ക്വാളിറ്റി അഷുറൻസ്, മൈക്രോബയോളജി, ഇങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് ഹാസപ്പ് ടീം ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഹാസപ്പ് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഹാസപ്പ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നത്. The team should also include local personnel who are involved in operation as they are most familiar with the variability and limitation of operation. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ മെഷീൻസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഓപ്പറേഷൻസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ലോക്കൽ പേഴ്സൺസ് പോലും എന്താ ഹാസപ്പ് ടീമിൽ ഇൻവോൾവ് ആണ്. കാരണം അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസും ചേഞ്ചും വന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ സെക്കൻഡ് വരുന്നത് ഡിസ്ക്രൈബ് ദ ഫുഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. ആ ഫുഡിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അത് എങ്ങനെ മാനുഫാക്ചർ ചെയ്തു, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതിലെ ഇൻഗ്രീഡിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഏത് ഫോമിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് സെക്കൻഡ് പ്രിലിമിനറി സ്റ്റെപ്പ് വരുന്നത്. സെക്കൻഡ് പ്രിലിമിനറി സ്റ്റെപ്പ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫുഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫുഡിൻ്റെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമാണ് സെക്കൻഡ്ലി വരുന്നത്. എന്താണ് ദ ഹാസപ്പ് ടീം ഫസ്റ്റ് ഡിസ്ക്രൈബ് ദി ഫുഡ്. അപ്പോൾ ഹാസപ്പ് ടീം ആദ്യം എന്താണ് ഈ ഒരു ഫുഡിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ദിസ് കൺസിസ്റ്റ് ഓഫ് ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫുഡ് ഇൻഗ്രീഡിയൻസ്, പ്രോസസ്സിംഗ് മെത്തേഡ്സ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഫുഡ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച്, പ്രോസസ്സിംഗ് മെത്തേഡിനെ കുറിച്ച്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഹാസപ്പ് ടീം ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. The method of distribution should be described along with information on whether the food is distributed. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഈ ഒരു ഫുഡ് ഐറ്റം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഫ്രോസൺ കണ്ടീഷനിലാണോ അതോ റെഫ്രിജറേറ്റഡ് ചെയ്താണോ ആംബിയൻ ടെമ്പറേച്ചറിലാണോ, ഏത് കണ്ടീഷനാണ് നമ്മൾ അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഹാസപ്പ് ടീം എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. സോ ഹാസപ്പിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഹാസപ്പ് ടീമിൻ്റെ അസംബ്ലി ആയിരുന്നു. അതായത് പല മൾട്ടി ഡിസിപ്ലിനറി ഇൻഡിവിജ്വൽസ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ഏരിയാസ് നിന്നുള്ള എക്സ്പെർട്ടൈസ് ഓർ സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് ഈ ഹാസപ്പ് ടീം ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഇംപ്ലിമെൻറ്റ് ഹാസപ്പ് പ്ലാൻ. അപ്പോൾ ഈ ഹാസപ്പ് ടീം അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാസപ്പ് ടീം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഏത് ഫുഡായിട്ടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഏത് കണ്ടീഷനിലാണ് നമ്മളതിനെ വിതരണം ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഫ്രോസൺ ആണോ അതോ റെഫ്രിജറേറ്റ് ചെയ്താണോ ആംബിയൻ ടെമ്പറേച്ചറിലാണോ, അങ്ങനത്തെ കാര്യങ്ങളും വേണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രൈബ് ദി ഇൻറ്റൻഡഡ് യൂസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് ദി ഫുഡ്. ആ ഫുഡിൻ്റെ യൂസ്, ഇൻറ്റൻഡഡ് യൂസ് എന്താണ്, ആ ഫുഡിൻ്റെ യൂസ് എന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഏത് ടൈപ്പ് കൺസ്യൂമേഴ്സിന് അത് കൺസ്യൂം ചെയ്യാൻ പറ്റും, ഇതൊക്കെ അവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ആര്, ഹാസപ്പ് ടീം മെമ്പേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. ഡിസ്ക്രൈബ് ദ നോർമൽ എക്സ്പെക്റ്റഡ് യൂസ്. അപ്പം ആ ഒരു ഫുഡിന് നോർമൽ എക്സ്പെക്റ്റഡ് യൂസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. ദ ഇൻറ്റൻഡഡ് കൺസ്യൂമർ മേ ബി ദ ജനറൽ പബ്ലിക്, ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. ഇനി ഇത് കൺസ്യൂം ചെയ്യുന്ന പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക് ആയിരിക്കാം, എല്ലാവർക്കും ചിലപ്പം കൺസ്യൂം ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ ചിലത് ഒരു ജനറൽ പെർട്ടിക്കുലർ ഏരിയാസിലേക്ക് കൺഫേം ചെയ്യും, ലൈക്ക് ഇൻഫൻസിന് മാത്രം കൺസ്യൂം ചെയ്യാൻ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ എൽഡർലി. അപ്പം ഏത് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്, അതുപോലെ ഈ പ്രൊഡക്റ്റിൻ്റെ കോമൺ യൂസ് എന്താണ്, ഇതും ഹാസപ്പ് ടീം എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. ദെൻ ഫോർത്ത് വരുന്നത് ഡെവലപ്പ് എ ഫ്ലോ ഡയഗ്രാം വിച്ച് ഡിസ്ക്രൈബ് ദി പ്രോസസ്സ്. അതായത് ഈ പ്രോസസ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്ലോ ഡയഗ്രാം അഥവാ ഒരു ഫ്ലോ ചാർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കണം. അതായത് ഫ്രം റോ മെറ്റീരിയൽസ് ടു ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്ന വരെയുള്ള സ്റ്റെപ്സ് കാണിച്ചുകൊണ്ട് ഒരു ഫ്ലോ ചാർട്ട് ഇപ്പോൾ കാണിച്ചു തരാം. എക്സാമ്പിളായിട്ട് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന ഫ്രോസൺ കുക്ക്ഡ് ബീഫ് പാറ്റീസ്, അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റെപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ, ബീഫ് കിട്ടുന്നു, ബീഫിനെ ഗ്രൈൻഡ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു, ഫോമിങ്, കുക്കിങ്, ഫ്രീസിങ്, ബോക്സിങ്, ഡിസ്ട്രിബ്യൂട്ടിങ്, റീഹീറ്റിംഗ്, സെർവിങ്. അപ്പം അതിൻ്റെ ആ ഫസ്റ്റ് റോ മെറ്റീരിയൽസ് മുതൽ ഫൈനൽ കൺസ്യൂം ചെയ്യുന്നതിന് മുൻപ് വരെയുള്ള സ്റ്റെപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്താ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ട് കൺസ്യൂം ചെയ്യണം. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവരുത് നമ്മുടെ ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്.
So the purpose of flow diagram is to provide a clear, simple outline of steps involved in the process. അപ്പം ഈ എന്തിനാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പിനെ കുറിച്ച് ഒറ്റ നോട്ടം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലോ ഡയഗ്രം ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു ഫ്ലോ ഡയഗ്രം നമ്മൾ നോക്കിയല്ലോ, അതിന് പകരം നമ്മളിപ്പോൾ എന്താ അത് ഇച്ചിലൂടെ കോംപ്ലക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി സങ്കീർണ്ണമായിരിക്കും അത് വായിച്ചെടുക്കാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഒരു ഫ്ലോ ഡയഗ്രം സിമ്പിൾ ഫോമിലാണ്. സോ ആ ഒരു പ്രൊഡക്റ്റ് ഫൈനൽ ആ ഒരു രീതിയിൽ എത്താൻ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് പെട്ടെന്ന് ക്ലിയർ കട്ടായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഫ്ലോ ഡയഗ്രം പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ അഡീഷൻ ദ ഫ്ലോ ഡയഗ്രം can include step in the food chain which are before and after the processing that occurs in the establishment. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോ ഡയഗ്രത്തിൽ ഈ ഒരു ഫുഡിൻ്റെ പ്രിപ്പറേഷന് മുമ്പും പ്രോസസ്സിങ്ങിന് മുമ്പും ശേഷമുള്ള സ്റ്റെപ്സും ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞത്. The flow diagram need not be complex as engineering drawing. A simple schematic facility is often used in understanding and evaluating the product and process flow. ഇനി ഈ ഹാസപ്പിൻ്റെ കേസസ് നോക്കുകയാണെങ്കിൽ ഹാസപ്പിൻ്റെ തേർഡ് സ്റ്റെപ്പ് അതാണ് നമ്മൾ പറഞ്ഞത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലോ ഡയഗ്രം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫ്ലോ ഡയഗ്രം ഡെവലപ്മെൻറ്റിൽ ആ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്റ്റെപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു ഫ്ലോ ഡയഗ്രം പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഡയഗ്രം അല്ലെങ്കിൽ ചാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. അല്ലാണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോവിങ്സ് പോലെ കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ഒരു ഡ്രോവിങ് അല്ലെങ്കിൽ ചാർട്ടിൻ്റെ ആവശ്യമില്ല, സിമ്പിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സിമ്പിൾ സ്കീമാറ്റിക് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനകത്തെ സ്റ്റെപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ആ ഒരു പ്രോസസ് ഫ്ലോ സ്റ്റഡി ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് പ്രിലിമിനറി സ്റ്റെപ്പ് വരുന്നത് എന്താണ്? വെരിഫൈ ദ ഫ്ലോ ഡയഗ്രാം. അപ്പോൾ അടുത്തത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫ്ലോ ചാർട്ടിനെ ഹാസപ്പ് ടീം വെരിഫൈ ചെയ്യും. സോ അവിടെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ ആർക്ക് വരുത്താനുള്ള അവകാശമുണ്ട്? ഹാസപ്പ് ടീമിന് അതിനെ മോഡിഫൈ ചെയ്യാനും പറ്റും. So the HACCP team should perform an on-site review of operation to verify the accuracy and completeness of flow diagram. So HACCP team എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫ്ലോ ഡയഗ്രത്തിൻ്റെ കംപ്ലീറ്റ്നെസ്സും അതേപോലെ ആക്യുറസി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് മോഡിഫിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് ടു ദി ഫ്ലോ ഡയഗ്രാം ആസ് നെസസറി ആൻഡ് ഡോക്യുമെൻറ്റഡ്. ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടെങ്കിൽ HACCP ടീമിന് അതിൽ മോഡിഫിക്കേഷൻ വന്നിട്ട് അതിനെ ഡോക്യുമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹാസപ്പിൻ്റെ 5 പ്രിലിമിനറി സ്റ്റെപ്സ് വരുന്നത്. സോ ഹാസപ്പിൽ 5 പ്രിലിമിനറി സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് അസംബിൾ ദി ഹാസപ്പ് ടീം ആയിരുന്നു. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഡിസ്ക്രൈബ് ദി പ്രൊഡക്ട്സ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ തേർഡ് പറഞ്ഞത് ഡിസ്ക്രൈബ് ദി ഇൻറ്റൻറ്റഡ് യൂസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് ദി ഫുഡ്. ദെൻ ഫോർത്ത് ഫ്ലോ ഡയഗ്രാം ഡെവലപ്മെൻറ്റ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ദി ഫ്ലോ ഡയഗ്രാം. ദീസ് ആർ ദ ബേസിക് 5 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രിലിമിനറി സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ഹാസപ്പ് ഇംപ്ലിമെൻറ്റേഷൻസ്. സോ ഹാസപ്പ് എന്താണെന്നായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. ഹാസപ്പ് എന്ന് പറയുന്നത് ഒരു ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് റിസ്കിനെ കുറച്ചുകൊണ്ട് ഫുഡിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹാസപ്പ് എന്ന് പറയുന്നത്. സോ ഹാസപ്പിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഹാസപ്പ് 2 ടേംസ് ചേർന്നിട്ടാണ്, ഹസാർഡ് അനാലിസിസും ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, ഇങ്ങനെ 2 ടേംസ് ചേർന്നിട്ടാണ് ഹാസപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആ ഒരു ഫുഡിലുള്ള ഹസാർഡ്, ഏത് ഫുഡാണോ അണ്ടർ കൺസിഡറേഷൻ ആ ഫുഡിലുള്ള ഹസാർഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഹസാർഡ്സ് ആർ ഓഫ് മെയിൻലി 3 ടൈപ്പ്: ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ. അപ്പോൾ ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഹസാർഡ് എന്താ ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് കൺട്രോൾ ചെയ്തിരിക്കണം. സോ ആ കൺട്രോളിങ് സ്റ്റെപ്പാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിൽ പറഞ്ഞത്. എക്സാമ്പിൾ നമ്മൾ മിൽക്കിൻ്റെ കേസ് പറഞ്ഞു. മിൽക്കിൻ്റെ കേസസിൽ ബാക്ടീരിയാസ് പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നു. സോ ആ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ ആൻഡ് ടൈം അവിടെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആയിട്ട് പറയാം. ദെൻ ഹാസപ്പ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പിൽസ്ബറി കമ്പനിയാണ്, നാസയോട് കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ സേഫ്റ്റി 100% സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നാണ് ഹാസപ്പിൻ്റെ എയിം വരുന്നത്. ദെൻ ഹാസപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമ്മൾ നോക്കി. ആദ്യം എന്താണ് ഹാസപ്പ് എന്ന് തന്നെ നോക്കി. ഹാസപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓഫ് ഐഡൻറ്റിഫൈങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഐഡൻറ്റിഫൈ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സേഫ്റ്റി ഹസാർഡ്സ്. അതാണ് ഹാസപ്പ് എന്ന് പറയുന്നത്. ദെൻ ഹാസപ്പ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള റിട്ടൺ ഡോക്യുമെൻറ്റിനെ ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നു. ആൻഡ് ഹാസപ്പ് പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ റിസൾട്ടിനെ ഹാസപ്പ് സിസ്റ്റം എന്ന് പറയുന്നു. ദെൻ ഹാസപ്പ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഹാസപ്പ് ടീമാണ്.
ഹാസപ്പ് ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏരിയാസിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡ് എക്സ്പെർട്ടൈസ് അല്ലെ സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് ഹാസപ്പ് ടീം വരുന്നത്. ആൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റി ആണ് ഹാസപ്പ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നത്. ദെൻ ഹസാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് കോസ് ചെയ്യാവുന്ന ബയോളജിക്കൽ, ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഏജന്റ് ആണ് ഹസാർഡ് എന്ന് പറയുന്നത്. Then hazard analysis. Hazard analysis എന്ന് പറഞ്ഞാൽ the process of collecting and evaluating information on hazard. ഒരു ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹസാർഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ഷൻസും ഇവാലുവേഷനും ഒക്കെയാണ് ഹസാർഡ് അനാലിസിസിൽ പറയുന്നത്. ദെൻ പ്രിലിമിനറി സ്റ്റെപ്സിലേക്ക് വരുമ്പോഴത്തേന് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്? അസംബിൾ ദി ഹാസപ്പ് ടീം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഹാസപ്പ് അല്ലെങ്കിൽ പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹാസപ്പ് ടീമിനെ അസംബിൾ ചെയ്യുക എന്നതാണ്. സോ ഹാസപ്പ് ടീമിൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് അടങ്ങിയിട്ടുള്ളത്. സോ പല മൾട്ടി ഡിസിപ്ലിനറി ഏരിയാസിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് ഹാസപ്പ് ടീമിലുണ്ട്. ലൈക്ക് എഞ്ചിനീയറിങ്, പ്രൊഡക്ഷന്, സാനിറ്റേഷൻ, ക്വാളിറ്റി അഷുറൻസ്, മൈക്രോബയോളജി, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻസിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് ഹാസപ്പ് ടീം ഫോം ചെയ്തത്. ആൻഡ് ഈ ഹാസപ്പ് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, പ്രോസസ്സിങ്, അങ്ങനത്തെ കാര്യങ്ങൾസൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് ഫോമിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ലൈക്ക് കോൾഡ് ആയിട്ടാണോ അതോ ആംബിയൻ ടെമ്പറേച്ചറിലാണോ ഫ്രീസ് ചെയ്തിട്ടാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹാസപ്പ് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് അതേപോലെ തന്നെ ഏത് കൺസ്യൂമേഴ്സ് ആണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ ഇൻറ്റൻഡഡ് യൂസ്. സോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നോർമൽ യൂസ് എന്താണെന്ന് പറഞ്ഞിരിക്കണം. പിന്നെ ഏത് ടൈപ്പ് ഇൻഡിവിജ്വൽസ് ആണ് അത് കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പം നോർമൽ പബ്ലിക്കാണോ അതോ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് പബ്ലിക് ലൈക്ക് ഇൻഫൻസ്, എൽഡേഴ്സ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്, അങ്ങനെ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നോക്കുക, ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. ദെൻ ഫോർത്ത് വരുന്നതെന്ന് വെച്ചാൽ ഫ്ലോ ഡയഗ്രാം. ആ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ ഫ്രം റോ മെറ്റീരിയൽ ടു ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്ന വരെയുള്ള സ്റ്റെപ്സ് കാണിച്ചുകൊണ്ട് സിമ്പിൾ സ്കിമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഡ്രോ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫ്ലോ ഡയഗ്രത്തിൻ്റെ ആക്യുറൻസി ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ഹാസപ്പ് ടീം ആയിരിക്കും. ആൻഡ് അതിനെയാണ് വെരിഫിക്കേഷൻ ഓഫ് ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ അവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ ഹാസപ്പ് ടീം മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതിന് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി after this preliminary step has been completed, the 7 principles of HACCP are applied. അപ്പോൾ പ്രിലിമിനറി സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഹാസപ്പിൻ്റെ 7 പ്രിൻസിപ്പിൾസിലേക്കാണ് പോകുന്നത്. സോ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ഹസാർഡ് അനാലിസിസ് ആണ്. കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്. കണ്ടക്ട് ഹസാർഡ് അനാലിസിസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഒരു ഫുഡിൽ വരാൻ ചാൻസസ് ഉള്ള ഹസാർഡ്സിനെയൊക്കെ നമ്മൾ എന്താ ചെയ്യുകയാണ്? ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. So after addressing the preliminary task discussed above, the HACCP team conduct a hazard analysis and identify appropriate control measures. The purpose of hazard analysis is to develop a list of hazards which are such that significance that they are reasonably likely to cause injury, illness if not effectively controlled. So hazard analysis il nammalipo oru food product maayittu associate cheyidittulla hazards ine identify cheyugiyana cheyyunnathu. Example ipo parayanengil milk inde case enna edukka. Milk il endha biological, physical, chemicals aayittulla hazards varam. Biological hazards ennu parnal bacteria okke varam. Then chemical hazards എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂസ് അല്ലെങ്കിൽ ഈ കൗവിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഡ്രഗ്സിൽ നിന്ന് അങ്ങനെയൊക്കെ കെമിക്കൽ ഹസാർഡ്സ് വരാം. ദെൻ ഫിസിക്കൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ രോമങ്ങളൊക്കെ പാലിൽ വന്നിട്ട് അതെന്താ പാലിലുണ്ടാക്കുന്ന ഒരു ഫിസിക്കൽ ഹസാർഡ്സ് ആണ്. ഇതാണ് ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ ഹസാർഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഈ ഒരു ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഹാസപ്പ് പ്രിൻസിപ്പിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്, കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്. സോ എന്നിട്ട് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യും ഇതിൽ ഏതൊക്കെ ഹസാർഡാണ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി കോസ് ചെയ്യുന്നതിന് ലിസ്റ്റ് ഡൗൺ ചെയ്യും. അതാണ് ഹസാർഡ് അനാലിസിസ് എന്ന് പറയുന്നത്. It's important to consider the hazard analysis, the ingredients and raw materials. Each step in the process, product storage, distribution and final preparation and by use by consumers. അതേപോലെ തന്നെ നമ്മൾ എന്താ ഹസാർഡ് അനാലിസിസ് ഫൈനൽ ആയിട്ടുള്ള എൻ പ്രൊഡക്റ്റ് മാത്രമല്ല ഹസാർഡ് അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ എൻ പ്രൊഡക്റ്റിലായിരിക്കും നമ്മൾ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഹസാർഡ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഫ്രം ദ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യും. റോ മെറ്റീരിയൽ കളക്ഷൻസ് മുതൽ അതിൻ്റെ ഓരോ പ്രോസസ് സ്റ്റെപ്പിൽ, അതായത് പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷന്, പ്രോസസ്സിങ്, അങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ഹസാർഡ് അനാലിസിസ് ചെയ്തിരിക്കണം.
ദെൻ സെക്കൻഡ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഓ CCP. ഇതും ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മിൽക്കിൻ്റെ കേസസിൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, മിൽക്കിൽ ബാക്ടീരിയ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഹിബിറ്റ് ചെയ്യണം. സോ നമ്മൾ അവിടെ പാസ്ചറൈസേഷൻ ചെയ്യും. സോ ആ പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ എന്താ ഇഞ്ചുറീസ് അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. So a critical control point is defined as the step at which control can be applied and is essential to prevent or eliminate a food safety hazard or reduce it to an acceptable level. അപ്പം ഒരു ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഒരു അക്സെപ്റ്റബിൾ സേഫ്റ്റി ലെവലിലേക്ക് കുറയ്ക്കുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ CCP എന്ന് പറയുന്നത്. അപ്പോൾ CCPയിൽ നമ്മൾ എന്താ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ CCP മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, എ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റെപ്പ് അറ്റ് വിച്ച് കൺട്രോൾ ക്യാൻ ബി അപ്ലൈഡ് ആൻഡ് ഈസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ഓർ എലിമിനേറ്റ് ഫുഡ് സേഫ്റ്റി ഹസാർഡ് ഓർ റിഡ്യൂസ് ഇറ്റ് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ. ഒരു ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ സേഫ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെ നമ്മളൊരു കൺട്രോൾ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അല്ലെങ്കിൽ CCP എന്ന് പറയുന്നത്.